നമസ്കാരം. ഡൽഹി സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ നിന്ന് രാജ്യമിനിയും മുക്തമായിട്ടില്ല. സ്ഫോടനവുമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അങ്ങേയറ്റം ഞെട്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ ഷാഹിദ് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് വിവരം. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം ഇന്ത്യയിൽ ആരംഭിക്കുന്നതിന്റെ ചുമതല ഷഹീൻ ഷാഹിദിന് ആയിരുന്നു എന്നതാണ് വിവരം. ഭീകരൻ മസൂദ് അസറിന്റെ സഹോദരി സാദിയ അസർ നയിക്കുന്ന ജമാഅത്ത് ഉൽ മിമിനാത്തിന്റെ ഇന്ത്യയിലെ ചുമതലയാണ് ഡോക്ടർ ഷഹീൻ ഏറ്റെടുത്തിരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ജെയ്ഷെ മുഹമ്മദ് വനിതകളെയും നേരിട്ട് ഭീകരപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ചത്. ഇതിന് പിന്നാലെ ഈ മാസം മുതൽ പാകിസ്ഥാനിലെ ബഹാവൽപൂരിൽ പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട്. ഫരീദാബാദിലെ അൽഫല സർവകലാശാലയുടെ ഭാഗമായിരുന്ന ഷഹീൻ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്താൻ ഉമർ നബിക്കും സംഘത്തിനുമൊപ്പം ഉണ്ടായിരുന്നു. ഇനി അറിയേണ്ടത് ഇവർ കുടുക്കിയത് ആരൊക്കെ എന്നാണ്. കൊല്ലപ്പെട്ട ഭീകരരുടെ കുടുംബാംഗങ്ങൾ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന യുവതികൾ, വിധവകൾ എന്നിവരെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. ആ വനിതകളെ കണ്ടെത്തി രക്ഷിക്കാൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് അറ്റ് 9 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. बम ब्लास्ट हुआ है लाल किले के सामने. ഡൽഹി സ്ഫോടനത്തിന്റെ നടുക്കം മാറാതെ രാജ്യം നീതി നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. All those responsible will be brought to justice. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി. സമഗ്ര അന്വേഷണത്തിന് ഉത്തരവ്. രാജ്യമെങ്ങും കനത്ത ജാഗ്രത. ഉന്നതതല യോഗം വിളിച്ച അമിത്ഷാ. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന് സൂചന. കാർ ഓടിച്ച പുൽവാമ സ്വദേശി മുഖ്യ സൂത്രധാരനെന്ന് സംശയം. ഉമർ നബിയുടെ കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ച് പോലീസ്. ഉമർ വീട്ടിലെത്തിയിട്ട് 2 മാസമായി എന്ന് കുടുംബാംഗങ്ങൾ. അന്വേഷണം ഏറ്റെടുത്ത NIA. ഡൽഹി സ്ഫോടനത്തിൽ ഫരീദാബാദ് റെയ്ഡിൽ പിടിയിലായ ഡോക്ടർമാർക്ക് പങ്ക് എന്ന് കണ്ടെത്തൽ. ഉമർ നബിയും പിടിയിലായ ഡോക്ടർമാർ അനന്തനാഗിലും ഒരുമിച്ച് പ്രവർത്തിച്ചവർ. സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ ഡൽഹിയിലെത്തിച്ചത് ഇന്നലെ രാവിലെ. കാർ ഉടമയായ പുൽവാമ സ്വദേശി കസ്റ്റഡിയിൽ. പിടിക്കപ്പെടാതിരിക്കാൻ കാറിന്റെ ഉടമസ്ഥാവകാശം മാറ്റിയത് 4 തവണ. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും അതീവ ജാഗ്രത. റെയിൽവേ സ്റ്റേഷനുകളിലും തിരക്കേറിയ ഇടങ്ങളിലും പരിശോധന തുടരുന്നു. സുരക്ഷാ പരിശോധനയ്ക്കായി യാത്രക്കാർ നേരത്തെ എത്തണമെന്ന് വിമാനത്താവള അധികൃതർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുത്ത ATS. പാകിസ്ഥാനിലും ചാവേർ ആക്രമണം. ഇസ്ലാമാബാദിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ 12 മരണം, 20-ലേറെ പേർക്ക് പരിക്ക്. സ്ഫോടനം ജില്ലാ കോടതി പരിസരത്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് N. വാസു റിമാൻഡിൽ. കേസിൽ 5ാമത്തെ അറസ്റ്റ്. 2019 മാർച്ചിൽ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കിയത് വാസുവിന്റെ അറിവോടെ എന്ന് കണ്ടെത്തൽ. അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ വാസു. ഭരണ തുടർച്ച പ്രവചിച്ച ബീഹാർ എക്സിറ്റ് പോളുകൾ. 2020-നേക്കാൾ നേട്ടമുണ്ടാക്കുമെന്ന എല്ലാ എക്സിറ്റ് പോളുകളും. NDA വ്യക്തമായി ഭൂരിപക്ഷം നേടുമെന്ന ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോൾ. 2ാം ഘട്ട വോട്ടെടുപ്പിലും കനത്ത പോളിംഗ്. വോട്ടെണ്ണൽ വെള്ളിയാഴ്ച. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാകാതെ 3 മുന്നണികളും. കോഴിക്കോട്ടും LDF സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി. കൊച്ചി കോർപ്പറേഷനിൽ 40 വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരോഗ്യമന്ത്രിയുടെ മിന്നൽ സന്ദർശനം. ട്രെയിനിൽ ആക്രമണം നേരിട്ട പെൺകുട്ടിയെ കണ്ടു.
മന്ത്രിയുടെ സന്ദർശനം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചുവെന്ന ആരോപണം നിലനിൽക്കെ സ്ഫോടനത്തിൽ അന്വേഷണം. ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണ ഏജൻസികളുടെ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരാക്രമണം സംബന്ധിച്ച നിർണായകമായ തെളിവുകൾ ഉദ്യോഗസ്ഥർ അമിത്ഷായ്ക്ക് കൈമാറിയെന്നാണ് വിവരം. മുഖ്യ ആസൂത്രകൻ എന്ന് കരുതുന്ന ഡോക്ടർ ഉമർ നബിയുടെ മാതാവും സഹോദരങ്ങളും പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ചാവേർ ആക്രമണ സാധ്യത തെളിയിക്കാൻ മാതാവിന്റെ DNA സാമ്പിൾ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വനിതാ ഡോക്ടർ അടക്കം സ്ഫോടക വസ്തുക്കളുമായി പിടിയിലായ 4 ഡോക്ടർമാരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണ സംഘം അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ മറുപടി നൽകുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ആ പ്രധാനമന്ത്രിയുടെ വാചകങ്ങളാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ്. ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തക്കതായ ശിക്ഷ നൽകും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. All those responsible will be brought to justice. കുറ്റവാളികളെ വെറുതെ വിടില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പറയുകയുണ്ടായി. സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടും എന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. I extend my heartfelt condolences to all those who lost their lives in the tragic incident that occurred in Delhi yesterday. I pray to God to grant strength and solace to the bereaved families in this hour of deep grief. From this platform, I wish to assure my citizens that the country's leading investigative agencies are conducting a swift and thorough inquiry into the incident. The findings of the investigation will soon be made public. I want to formally assure the nation that those responsible for this tragedy will be brought to the justice and will not be spared under any circumstances. യെസ്, ഇതാണ് പ്രതിരോധ മന്ത്രിയുടെ വാചകങ്ങൾ. രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും എന്താണ് സംഭവിച്ചത് എന്നത് കൃത്യമായി ധരിപ്പിക്കുക തന്നെ ചെയ്യും. അത് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലിന് ശേഷം ഉണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി പറയുന്നു. അതേസമയം നിലവിൽ ഭൂട്ടാനിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ ഡൽഹിയിലേക്ക് തിരികെ എത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ക്യാബിനറ്റ് യോഗവും ചേരുന്നുണ്ട്. വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ബീഹാർ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയാണ് രാജ്യത്തെ നടുക്കിയ സ്ഫോടനത്തിന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് എന്നത് അങ്ങേയറ്റം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേട് കൂടി ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇതിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്നും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയാണ് എന്നുമുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. നേരത്തെ പ്രതിരോധ മന്ത്രി സൂചിപ്പിച്ചതുപോലെ അന്വേഷണ ശേഷം കണ്ടെത്തലിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് രാജ്യത്തെ ജനങ്ങളോട് കൃത്യമായി പറയുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ തിരികെ എത്തുകയാണ്. അതിനുശേഷം കൂടുതൽ കൂടിയാലോചനകൾ, അതിനപ്പുറം ഭീകരർക്കുള്ള മറുപടി എന്നത് സംബന്ധിച്ചും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയില്ലേ? അഭിലാഷ്, ഫരീദാബാദ് തീവ്രവാദ ഘടകവുമായി ബന്ധമുള്ളവർ തന്നെയാണ് ഇപ്പോൾ ഈ ആസൂത്രണത്തിന് പിന്നിൽ, ഈ സ്ഫോടനത്തിന് പിന്നിലെന്ന വിവരമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ ഉമർ ഉൾപ്പെടെ ഈ വൈറ്റ് കോളർ ടെററിസം എന്ന നിലയിലേക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ തീവ്രവാദത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ വിലയിരുത്തുന്നത്. മാത്രമല്ല, വനിതകളെ കൂടി ഈ സംഘത്തിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ ആക്രമണം നടത്തുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളിലേക്കാണ് ഈ അന്വേഷണം ഇപ്പോൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നതും. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ ഫരീദാബാദ് ഘടകം തന്നെയെന്ന് വിലയിരുത്തുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിൻ്റെ DNA പരിശോധനാ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൽ ഡോക്ടർ ഉമറിൻ്റെ മാതാവിൻ്റെ DNA-യുമായി അതിൻ്റെ ഒത്തുനോക്കലാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. i20 കാറിൻ്റെ യാത്രക്കാരൻ ഉമർ നബിയാണെന്ന കാര്യം രഹസ്യാന്വേഷണ ഏജൻസികൾ ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റാരും തന്നെ ഈ കാറിൽ ഉണ്ടായിരുന്നില്ല എന്ന ഒരു വിലയിരുത്തലുണ്ട്. കറുത്ത മുഖം
മൂടി ധരിച്ചിരുന്നു എന്ന വിവരം വരുന്നുണ്ട്. ഫരീദാബാദിൽ വൻതോതിൽ അമോണിയം നൈട്രേറ്റ് പിടിച്ചതായ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡൽഹി പോലീസ് ഉൾപ്പെടെ മറ്റ് ഏജൻസികൾ ഡോക്ടർ ഉമറിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. ഫരീദാബാദ് വെടിയുള്ളിലെ ഭീകരനായ ഉമർ ഇതോടുകൂടി ഒളിവിൽ പോവുകയും ചെയ്തു. സ്ഫോടന സമയത്ത് കാറിൽ ഒറ്റയ്ക്കായിരുന്നു എന്നത് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകുന്നത്. അതേസമയം മറ്റ് 2 പേരുടെ സഹായം ലഭിച്ചുവെന്ന സൂചനകളുണ്ട്. താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ഈ പരിഭ്രാന്തനായി ഭീകരാക്രമണം ആസൂത്രണം ചെയ്തുവെന്ന വിലയിരുത്തലിലേക്ക് പോകുന്നു. ഡിറ്റനേറ്റർ സ്ഥാപിച്ചാണ് ഈ സ്ഫോടനമെന്ന ചില നിഗമനങ്ങളുമുണ്ട്. I-20 കാറിനെ സംബന്ധിച്ച് ഡൽഹി പോലീസും അന്വേഷണ ഏജൻസികളും നേരത്തെ നടത്തിയ പരിശോധനയിൽ ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഈ കാർ എത്തിയതിൻ്റെ റൂട്ടിൻ്റെ CCTV മാപ്പിംഗ് പോലീസ് സ്പെഷ്യൽ സെൽ ശേഖരിച്ചു. ഇതനുസരിച്ച് കാർ അവസാനമായി കണ്ടത് ബദർപൂർ അതിർത്തിയിലാണ്. കാർ അവിടെ നിന്ന് ഡൽഹിയിൽ പ്രവേശിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തുടർന്നുള്ള വഴി നിർണ്ണയിക്കുന്നുണ്ട്. മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 1 സമീപമാണ് കാർ പിന്നീട് കണ്ടത്. ഇതിനു മുൻപ് ചെങ്കോട്ടയ്ക്കടുത്തുള്ള ഗാർഡൻ മോസ്കിന് സമീപം പാർക്കിംഗ് സ്ഥലത്ത് 3 മണിക്കൂർ മുൻപ് കാർ പാർക്ക് ചെയ്തിരുന്നു. വൈകുന്നേരം 3:19 കാർ പാർക്കിംഗ് സ്ഥലത്ത് പ്രവേശിക്കുകയും 6:48 പുറപ്പെട്ടു പോവുകയും ചെയ്തു. ഏകദേശം വൈകുന്നേരം 6:55 സ്ഫോടനം നടന്നത്. ഇതിലെ പാർക്കിംഗ് പ്രദേശത്തേക്ക് പ്രതി കടക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ദൃശ്യങ്ങളും ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ചുള്ള ചില അവ്യക്തതകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. 4 ഉടമകളെങ്കിലും മാറിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ സൽമാൻ എന്ന ആളുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ കാർ ഉണ്ടായിരുന്നത്. അത് പിന്നീട് നദീം എന്നൊരു മറ്റൊരാൾക്ക് വിൽക്കുന്നു. നദീം ഈ കാറിനെ ഫരീദാബാദിലെ റോയൽ കാർ സോണിലെ ഒരു കാർ ഡീലർക്ക് കൈമാറ്റം ചെയ്യുന്നു. അത് താരിഖ് എന്നൊരു ആൾ വാങ്ങി. പിന്നീടാണ് ഇത് ഉമറിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ഹരിയാനയിലെ ഗുരുഗ്രാം നോർത്ത് RTOയിൽ HR 267624 എന്ന നമ്പറിൽ മുഹമ്മദ് സൽമാൻ എന്ന വ്യക്തിയുടെ പേരിലാണ് കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പുൽവാമയിൽ രാത്രിയിൽ കഴിഞ്ഞ ദിവസം താരിഖിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെയും കാറിൻ്റെ RC ബുക്ക് അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ രേഖകളും താരിഖിൻ്റെ പേരിലല്ല. 2015 താരിഖ് ഉമറിന് ഈ കാർ കൈമാറ്റം ചെയ്തതായും രേഖകളിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലാണ് ഈ കാറിൻ്റെ ഒരു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ വളരെ ആസൂത്രിതമായി പല കൈകൾ മറിഞ്ഞ് ഉമറിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഇവരറിയാതെ ഈ ആസൂത്രണം നടത്തി ഉമർ ഒരു കാറ് വേണമെന്ന നിലയിലേക്ക് പോവുകയും ഇങ്ങനെ ഒരു കാറ് സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ അമോണിയം നൈട്രേറ്റിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇതിൽ ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ അന്തിമമായി ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാകൂ. പക്ഷേ നമുക്കറിയാം ഫരീദാബാദിൽ ഏതാണ്ട് 350 കിലോളം ആണ് അമോണിയം നൈട്രേറ്റ് പിടികൂടിയത്. അതിന് പിന്നാലെയാണ് അറസ്റ്റുകൾ ഉണ്ടായത്. അവിടെ ഈ ഫരീദാബാദ് സംഭവവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മുസമിൽ അഹമ്മദിനെയും പുൽവാമയിൽ നിന്നുള്ള ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ലക്നൌവിൽ നിന്നുള്ള ഡോക്ടർ ഷഹീൻ ഷാഹിദിനെയും അറസ്റ്റ് ചെയ്തു. ഇതിൽ വനിതാ സെല്ലിനെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നതിനുള്ള ചുമതല ഈ വനിതാ ഡോക്ടർക്കായിരുന്നു നൽകിയിരുന്നത്. ഷഹീൻ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പാകിസ്ഥാന് ഇതിൽ വലിയ പങ്കുണ്ട്. കാരണം ഈ ചാവേർ ആക്രമണത്തിന് ഇന്ത്യയിൽ കൂടുതലായി അല്ലെങ്കിൽ ഇനി വനിതകളെ കൂടി അങ്ങനെ ഉപയോഗിക്കുക എന്നൊരു നിലയിലേക്ക് ഈ തീവ്രവാദ സംഘടനകൾ പോകുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഏതായിരുന്നാലും ഭൂട്ടാനിലുള്ള പ്രധാനമന്ത്രി നാളെ രാജ്യത്ത് തിരിച്ചെത്തുന്നുണ്ട്. അതിനുശേഷം ക്യാബിനറ്റ് യോഗം ചേരുന്നുമുണ്ട്. അഭിലാഷ്, യെസ്, തീർച്ചയായും നാളെ പ്രധാനമന്ത്രി തിരികെ എത്തുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എന്ത് സൂചനകളിലേക്കാണ് പോകുന്നത്? മാത്രവുമല്ല ഈ ഭീകരാക്രമണങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏത് നിമിഷവും പാക് ഭീകരരുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആക്രമണത്തിനുള്ള സാധ്യത അടക്കം മുൻകൂട്ടി കണ്ടിരുന്നതാണ്. അതിനിടയിലാണ് ഇത്തരം ശ്രമങ്ങൾ, അതായത് വനിതകളെ അടക്കം ഈ തീവ്രവാദ സംഘടനകൾ സ്ഫോടനത്തിന് വേണ്ടി നേരിട്ട് ഉപയോഗിക്കുക, ചാവേറുകളാക്കി ഉപയോഗിക്കുക എന്ന നിലപാടിലേക്ക് എത്തുകയും അങ്ങനെ വനിതാ സംഘങ്ങളെ അടക്കം പാകിസ്ഥാനിൽ തയ്യാറാക്കി നിർത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതിലേക്ക് എത്രത്തോളം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആകൃഷ്ടരായിട്ടുണ്ട് എന്നതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നൊരു സാഹചര്യം കൂടിയാണ്. വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും വൻ ആഘാതത്തിലാണിപ്പോൾ ഉമർ നബിയുടെ കുടുംബാംഗങ്ങൾ. വീട്ടിലെത്തിയിട്ട് 2 മാസമായി എന്നും പ്രത്യേക പ്രാകൃതക്കാരൻ ആണ് ഉമർ എന്നുമാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ന്യൂസ് 18 പ്രതിനിധി ഇഷാൻ വാഹനി ഉമർ നബിയുടെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി പ്രേക്ഷകരിലേക്ക്. इनको ले गए थे 10 बजे माँ को आज सवेरे लेट गए। ये सर्च भी हुआ यहाँ पे? हाँ, हो गई तलाशी, आप देख सकते हो।
So the immediate family of Dr. Umar who was saying that they had no clue about, if he had any role or if he had anything to do with any of these activities. But he was a doctor. This is his house that we are inside right now. And this is a small house located in Pulwama. This is a few kilometers away from where we were reporting earlier. And the woman we just spoke to is the wife of his brother. And you will notice that this small area around this place is where Dr. Umar lived. And few years back, as his family has pointed out, that he moved out of Kashmir Valley to pursue a job there. And my VJ will be able to show you this is the residence of Dr. Umar. And police has thoroughly searched the entire house since yesterday, and they have been trying to ensure that they are able to bring those clues and leads together so that they could establish the crime. But the family is in shock. Most of those who could be possibly related to the family have been taken into custody, and the further investigation is underway. But as we spoke to his family, they are saying that they had no clue about if he was going to do any of this incident, this sort of nature. He has never had any kind of radicalization in his mind, and he was never radicalized, and he was always friendly to people. But the fact is that today, the path that Umar has chosen is something which has shocked the family, though the investigation is underway. This entire episode of Pulwama is there because, one, this entire area where people have been picked up is within the radius of 5 to 6 kilometers. One. Two, this Dr. Umar was also working in the same hospital where Dr. Adil was working, who was first seen pasting the posters on the outskirts of Srinagar, and later on an AK-47 rifle was recovered from his Anantnag hospital where he was working earlier. So both of them were working in the same hospital. So that's why all the Faridabad, UP and Haryana and Jammu and Kashmir links are being right now connected, and the investigation is underway to find if they could find any further leads and if there are any further people who could be part of this group or planning to carry out any attack. യെസ്, ആ കുടുംബത്തിൽ നിന്ന് നേരിട്ടുള്ള റിപ്പോർട്ടാണ്, കുടുംബ പശ്ചാത്തലമടക്കം ആണ് ഇപ്പോൾ വിവരിച്ചത്. പക്ഷേ കുടുംബാംഗങ്ങളെല്ലാം വലിയ ഞെട്ടലിലാണ്. അവർ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതായത് തീവ്രവാദ സംഘടനകളുമായി ഉമറിന് ബന്ധമുണ്ട് എന്നത് പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, വീട്ടിലേക്ക് എത്തിയിട്ട് 2 മാസമായി എന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഡോക്ടർമാർ അടക്കമുള്ളവർ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നു, അങ്ങനെ ഒരു കണ്ണി തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവുമാണ് ബലപ്പെടുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കേറ്റ മുറിവാണ് ഡൽഹിയിലുണ്ടായ സ്ഫോടനം എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. ശക്തമായ മതേതരത്വം ഉടയ്ക്കാനുള്ള ശ്രമമായിരുന്നു നടന്നത്. കുറ്റവാളികളെ പിടിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ ശക്തമായി മുന്നോട്ട് വരും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അന്വേഷണത്തിൻ്റെ വഴിയെ ഒരുപക്ഷെ ഫലവത്തായ ഒരു റിപ്പോർട്ട് ലഭിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ആരായാലും ശരി തന്നെ ശക്തമായി നേരിട്ടിരിക്കും. കഴിഞ്ഞ 30 ദിവസത്തിനിടയ്ക്ക് 8 അറ്റംപ്റ്റുകൾ നമ്മൾ തകർത്തു എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അങ്ങനെ ഒരു ലക്ഷ്യം, അതിനു വേണ്ടുന്ന ജാഗരൂകത ഇതെല്ലാം പുട്ട് ഇൻ പ്ലേസാണ്. ഏറ്റവും വലിയ മെഷ് വർക്ക് ഒരുപക്ഷെ ആന്ധ്ര എന്ന് പറയുമ്പോൾ തെലങ്കാന, കേരളം, തമിഴ്നാട്, കർണാടകയൊക്കെ ശക്തമായ വല വിരിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളവും അതിൽ പെടുന്നുണ്ട്. കേരളത്തിൽ തന്നെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തും സുരക്ഷ ശക്തമാണ്. കേരള പോലീസ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ആണ് ക്ഷേത്രത്തിന്റെ സുരക്ഷ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ളത്. സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അതിന്റെ മൂല്യം തന്നെയാണ് അതിന് കാരണവും. ഇവിടെ സാധാരണഗതിയിൽ കേരള പോലീസിന്റെ പരിശോധനയാണുള്ളത്. ഇപ്പോൾ കേരള പോലീസിന്റെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡാണ് ഇവിടെ പരിശോധനാ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ഞാനുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്ര കിഴക്കേ നടയിലാണ്. ഇവിടെ വരുന്ന ആളുകളെയൊക്കെ പരിശോധിച്ച് ബാഗുകൾ അടക്കം പരിശോധിച്ചാണ് ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടത്തിവിടുന്നത്. ഇന്നലെ രാത്രിയാണ് ഇതിന്റെ പശ്ചാത്തലത്തിലുള്ള സുരക്ഷാ നിർദ്ദേശം വന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം വലിയ തിരക്കുള്ള സമയം കൂടിയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന നിരവധി ആളുകൾ ഇവിടേക്ക് വന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. കൊണ്ടുവരുന്ന ആളുകളുടെ ബാഗൊക്കെ പുറത്തെടുത്തുള്ള പരിശോധനയാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ഇത് രാജ്യമാകെയുള്ള അതിജാഗ്രത
പിൻവലിക്കുന്നതുവരെ ഇത്തരം പരിശോധനകൾ തുടരും. കേരള പോലീസിന്റെ സുരക്ഷാ വിഭാഗം നേരത്തെ തന്നെ ഇവിടെ ഈ സുരക്ഷാ ചുമതലയിലുള്ളതാണ്. കേരള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവർ ഈ സാധാരണഗതിയിൽ ഈ IRB സ്ക്വാഡും ക്ഷേത്ര സുരക്ഷാ ചുമതലയുണ്ടെങ്കിൽ പോലും പരിശോധനകൾക്ക് അവരെ പങ്കെടുപ്പിക്കാറില്ല, പരിശോധനകൾക്ക് അവർ എത്താറുമില്ല. പക്ഷേ ഈ ഡൽഹി ബ്ലാസ്റ്റിന്റെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടികളിലൂടെ കൂടി കടന്നു പോകുന്നത്. എല്ലാ നടകളിലും ക്ഷേത്രത്തിലെ എല്ലാ നടകളിലും ഇത്തരം പരിശോധനകൾ നടത്താനാണ് തീരുമാനം. ഇത് അതീവ സുരക്ഷാ പ്രഖ്യാപനമുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ പരിശോധനകളുമായി മുന്നോട്ട് പോകും. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലെല്ലാം എയർ സ്ട്രിപ്പുകളിൽ, എയർ ഫീൽഡുകളിൽ, എയർഫോഴ്സിന്റെ സ്റ്റേഷനുകളിൽ, ഹെലിപാഡുകളിൽ, വിമാനത്താവളങ്ങളിൽ, വിഴിഞ്ഞം തുറമുഖത്തടക്കം എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. 3 ദിവസം ഈ സുരക്ഷാ പരിശോധനകളും സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടാകും. വരുന്ന ആളുകളെ മുഴുവൻ പരിശോധിച്ച്, വാഹനങ്ങളിൽ വരുന്ന ആളുകളെ അടക്കം പരിശോധിച്ചാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കടത്തിവിടുന്നത്. മറ്റ് വിമാനത്താവളങ്ങളിലും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും ഇന്നലെ തന്നെ പരിശോധന ഉണ്ടായിരുന്നു. വിമാനത്താവളങ്ങളിലും ഈ വായുമാർഗത്തിലെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ രീതിയിലുള്ള പരിശോധനയുണ്ട്. കടൽ തീരങ്ങളിൽ സമാനമായ പരിശോധനയുണ്ട്. വിഴിഞ്ഞം വളരെ തന്ത്രപ്രധാനമായ തുറമുഖമാണ്, രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ തുറമുഖമാണ് വിഴിഞ്ഞത്ത് സമാനമായ പരിശോധനയുണ്ട്. അങ്ങനെ അതിജാഗ്രതയിലാണ് രാജ്യം. അതിന്റെ എല്ലാ പരിശോധനകളും എല്ലാ സുരക്ഷാ ഒരുക്കങ്ങളും തലസ്ഥാനത്തും കേരളത്തിൽ പൊതുവിലുമുണ്ട്. എന്തായാലും തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് അതിശക്തമായ പരിശോധനയാണ് പകൽ സമയത്ത് നടന്നത്. രാത്രിയും ആ പരിശോധന തുടരുകയാണ്. നേരത്തെ എറണാകുളത്തും ഇത്തരത്തിൽ വ്യാപകമായി പരിശോധന നടത്തിയിരുന്നു. പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുമുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം KSRTC സ്റ്റാൻഡ്, ആലുവ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന നടത്തിയത്. പോലീസ്, RPF, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഡൽഹിയിലെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തുടനീളം കർശന പരിശോധനയാണ് പുരോഗമിക്കുന്നത്. കൊച്ചി നഗരത്തിലും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡ്, ഒപ്പം റെയിൽവേ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ്, RPF എന്നിവരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് മറ്റ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ആലുവ റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷൻ, എറണാകുളം KSRTC സ്റ്റാൻഡ് തുടങ്ങിയ ഇടങ്ങളിലും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രക്കാരുടെ ലഗേജുകളടക്കം പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസും RPF, ഡോഗ് സ്ക്വാഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായിട്ടുള്ള സാഹചര്യമുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഇന്ന് ദിവസം മുഴുവനും തന്നെ വിവിധയിടങ്ങളിൽ പരിശോധന ഉണ്ടാകും. ഒപ്പം ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന യാത്രക്കാരുടെ ലഗേജുകളെല്ലാം തന്നെ ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് പരിശോധിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം റെയിൽവേ പോലീസും ഈ ഒരു പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ചില ആളുകളുടെ, ഈ സംശയാസ്പദമായി ഉള്ള ചില ആളുകളുടെ ബാഗുകൾ തുറന്ന് പരിശോധിക്കുകയും ചെയ്തിട്ടുമുണ്ട്. ആ രീതിയിലുള്ള പരിശോധനയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആളുകളുടെ ബാഗുകൾ തുറന്ന് പരിശോധിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാജ്യത്ത് ഉടനീളം പരിശോധന കർശനമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചിയിലും എറണാകുളം ജില്ലയിൽ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് ആളുകൾ കൂടുതൽ എത്തുന്ന ഇടങ്ങളിൽ, ആളുകൾ കൂട്ടത്തോടെ എത്തുന്ന ഇടങ്ങളിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും ഈ ഒരു പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് കൃത്യമായി തന്നെ ഡോഗ് സ്ക്വാഡിൻ്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് പരിശോധിക്കുന്നത്. ആളുകളുടെ സാധനങ്ങൾ തുറന്ന് പരിശോധിക്കുന്ന ഒരു തരത്തിലേക്ക് പോലും ഇത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. KSRTC സ്റ്റാൻഡിലടക്കം പരിശോധന, ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് സംസ്ഥാനവും. പ്രത്യേകിച്ച് കൊച്ചി നമുക്കറിയാം, മെട്രോ സ്റ്റേഷൻ, ആലുവ KSRTC സ്റ്റാൻഡ് എന്നിവിടങ്ങളിലുമൊക്കെ വലിയ ആളുകൾ കൂടുന്നൊരിടമായതിനാൽ ആ തരത്തിലുള്ള പരിശോധന തന്നെയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയ പരിശോധനയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം വരെ എല്ലായിടങ്ങളും, പ്രത്യേകിച്ച് ജനക്കൂട്ടം കൂടുതലുള്ള ഇടങ്ങളിലൊക്കെ കർശന പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും ഡോഗ് സ്ക്വാഡും ഒപ്പം തന്നെ RPFും ഒക്കെ അറിയിക്കുന്നത്. ക്യാമറമാൻ KP ധനോഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. ഇതായിരുന്നു കൊച്ചിയിലെ പരിശോധനകളുടെ വിശദാംശങ്ങളെങ്കിൽ കോഴിക്കോടും ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന നടന്നിരുന്നു.
റെയിൽവേ സ്റ്റേഷൻ, ബീച്ച്, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലായിരുന്നു ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയത്. ജനങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം സംഘം പരിശോധന നടത്തിയിരുന്നു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ സുരക്ഷാ പരിശോധനകളാണ് കോഴിക്കോട് നഗരത്തിലും പുരോഗമിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, കടപ്പുറം എന്നിവിടങ്ങളിൽ പ്രത്യേക പരിശോധനകൾ നടത്തി. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പോലീസിലെ മറ്റു ഉദ്യോഗസ്ഥരും മെറ്റൽ ഡിറ്റക്ടറുകളടക്കം ഉപയോഗിച്ചാണ് പരിശോധനകൾ നടത്തുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഇടങ്ങളിൽ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇരിക്കുന്ന ബാഗുകൾ, മറ്റ് ആളുകൾ കാത്തിരിക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട്. ചാക്കുകൾ, മറ്റ് സൂക്ഷിച്ചിരിക്കുന്ന സാമഗ്രികൾ എന്നിവയിലും പോലീസ് പരിശോധന നടത്തി തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കഴിയുന്ന ബാഗുകൾ, ചാക്കുകൾ അല്ലെങ്കിൽ മറ്റ് അജ്ഞാത വസ്തുക്കൾ എന്നിവ കാണുന്നുണ്ടെങ്കിൽ കൃത്യമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം പോലീസ് നൽകുന്നു. ഒപ്പം ഇക്കാര്യങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുന്നുവെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്ന നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്തു നിന്നും നൽകുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലടക്കം ബസ്സുകളിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ ഉപേക്ഷിച്ച നിലയിൽ കാണുന്ന ബാഗുകൾ അടക്കമുള്ള കാര്യങ്ങളും ഉണ്ടോ എന്ന പരിശോധനകളും നടത്തുകയാണ്. എന്തായാലും കർശനമായ സുരക്ഷാ പരിശോധനകളാണ് നടക്കുന്നത്. 24 മണിക്കൂറും ജനങ്ങൾ തിങ്ങി നിറയുന്ന സ്ഥലങ്ങളിൽ, ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഇടങ്ങളിലൊക്കെ പരിശോധന നടത്തും എന്നും പോലീസ് അറിയിക്കുന്നു. രാജ്യത്തെ നടുക്കിയ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. അതേസമയം പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്നതിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിരൽ ചൂണ്ടുന്നത്. അതിനിടെ പാകിസ്ഥാനിൽ നിന്നുണ്ടായി ചാവേർ സ്ഫോടനം. ഇസ്ലാമാബാദിലായിരുന്നു കാർ ബോംബ് സ്ഫോടനമുണ്ടായത്. 12 പേരാണ് കൊല്ലപ്പെട്ടത്. 20-ലധികം പേർക്ക് പരിക്കേറ്റു. ജില്ലാ കോടതി പരിസരത്താണ് സ്ഫോടനമുണ്ടായത്. പിന്നിൽ ആരെ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. വിവരങ്ങളുമായി MG രേണുകയാണ് ചേരുന്നത്. രേണുക, പാകിസ്ഥാനിൽ ചാവേർ ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. എന്താണ് വിവരങ്ങൾ? ഏതെങ്കിലും സംഘടന ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? അഭിലാഷ്, ഡൽഹിയിലെ സ്ഫോടനം നടന്ന് ഏതാണ്ട് 17 മണിക്കൂർ പിന്നിടുമ്പോഴാണ് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വലിയ സ്ഫോടനമുണ്ടായത്. 12 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 27-ലേറെ പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. ഒരു ജില്ലാ കോടതിയുടെ പരിസരത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. കാറിൽ വെച്ചിരുന്ന സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. അതൊരു ചാവേർ ആക്രമണമാണ് എന്നത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി തന്നെ ഇതൊരു ചാവേർ ആക്രമണമാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇയാൾ ആ കോടതി പരിസരത്ത് ഏതാണ്ട് 15 മിനിറ്റോളം ചെലവഴിക്കുകയും പിന്നീട് കോടതിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നതായി വിവരമുണ്ട്. അതിനുശേഷം ആ കോടതിക്കകത്തേക്ക് കടക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് വാഹനത്തിലേക്ക് എത്തുകയും അത് ഒരു പോലീസ് വാഹനത്തിന് സമീപം സ്ഫോടനമുണ്ടാക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഒരു വളരെ ആസൂത്രിതമായി നടന്ന ചാവേർ ആക്രമണം എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ഇത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ ഈ അടുത്തുണ്ടാകുന്ന വലിയൊരു സ്ഫോടനമാണ്. അതും ഇസ്ലാമാബാദ് കേന്ദ്രീകരിച്ച് ഡിസംബർ 2022 ഉണ്ടായതിനു ശേഷമുള്ള ഒരു വലിയ സ്ഫോടനമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അത് ഇന്ത്യയിൽ നടന്ന ഒരു സ്ഫോടനത്തിന് പിന്നാലെ എന്ന ഒരു കാര്യം കൂടി അവിടെ ഉണ്ട്. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുമായി പാകിസ്ഥാൻ തലവന്മാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. അവിടെ സമാധാന ചർച്ചകൾ നടന്നു വരികയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്. നേരത്തെ ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ വാനിൽ വലിയ രീതിയിലുള്ളൊരു സ്ഫോടനം ഉണ്ടാവുകയും പാകിസ്ഥാൻ അതിന് തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. ഇന്നലെയാണ് ആ സംഭവം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ് പാകിസ്ഥാനിൽ എന്ന് പറയുകയും മറ്റും ചെയ്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇതിൽ ഇന്ത്യയെ ഉന്നമിട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് വലിയ വിവാദമാകുന്നുണ്ട്. TTP ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷവും ഇത് ഇന്ത്യൻ സഹായത്തോടു കൂടി അഫ്ഗാനിസ്ഥാനിൽ ഉടലെടുത്ത ഭീകരാക്രമണമാണ് എന്ന തരത്തിലുള്ളൊരു പരാമർശമാണ് ഷഹബാസ് ഷെരീഫ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സഹായത്തോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്നുണ്ടായ ആക്രമണം എന്ന നിലയിലാണ് ഒരു യുദ്ധസമാനമായ സാഹചര്യം എന്നത് ഷഹബാസ് ഷെരീഫ് കൂടി പറയുന്നുണ്ട്. അതേസമയം ഇതിനെ പാകിസ്ഥാനെ ഈ ആക്രമണത്തിന് ഉലയ്ക്കാനാകില്ല എന്നും എല്ലാവരും യോജിച്ചു നിൽക്കണമെന്നുമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു തെളിവുമില്ലാതെ ഒരു സംഘടന ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിന് ശേഷവും ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ ഇതിനോടകം തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. ഇന്ത്യ ഇതിനോട് ഔദ്യോഗികമായി
പ്രതികരിച്ചിട്ടില്ല ഇതുവരെ എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്, ചാവേർ ആക്രമണമാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. അതേസമയം അഫ്ഗാനിസ്ഥാനിൽ ഇന്നലെ നടന്നു വന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ഇത് എന്ന തരത്തിൽ ഉള്ള നിരീക്ഷണങ്ങളുമുണ്ട്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അഭിലാഷ്, തീർച്ചയായും ആഭ്യന്തര സംഘർഷങ്ങളാൽ ഉലയുന്ന പാകിസ്ഥാനിൽ TTPയുടെ ഭാഗത്ത് നിന്ന് ഇതിനു മുമ്പും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിന്മേലും ഇപ്പോൾ ഇന്ത്യയെ പഴിചാരുന്ന വളരെ വിചിത്രമായ പ്രതികരണങ്ങളടക്കമാണ് പാക് നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതേസമയം നമ്മൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ രാഷ്ട്രീയ സ്ഫോടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട. നോക്കാം ഇടവേളയ്ക്ക് ശേഷം. NDAക്ക് അനുകൂലമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. എല്ലാം തന്നെ മികച്ച ഭൂരിപക്ഷത്തോടെ NDA അധികാരത്തിൽ വരുമെന്നാണ് പ്രവചനം. 140 മുതൽ 150 വരെ സീറ്റുകൾ നേടി NDA അധികാരത്തിലെത്തുമെന്ന് ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോളും പ്രവചിക്കുകയാണ്. BJP 55 മുതൽ 65 വരെ സീറ്റുകൾ നേടുമെന്നും JDU 60 മുതൽ 70 വരെ സീറ്റുകൾ നേടും എന്നുമാണ് ന്യൂസ് 18 മെഗാ എക്സിറ്റ് പോളിന്റെ പ്രവചനം. മഹാഗഡ്ബന്ധൻ ക്യാമ്പിൽ RJD 50 മുതൽ 60 സീറ്റുകൾ വരെ നേടും. കോൺഗ്രസ് 15 മുതൽ 20 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്നും എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നു. JDU ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറും എന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചനകൾ. മനു ഭരത്താണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. മനു, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാ എക്സിറ്റ് പോളുകൾക്കും ഒരേ സ്വഭാവം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് 122 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പക്ഷേ 130 മുകളിലേക്ക് ഏറ്റവും കുറഞ്ഞത് എന്ന നിലയിലാണ് എക്സിറ്റ് പോളുകളെല്ലാം. മറുഭാഗത്താകട്ടെ ഒരു എക്സിറ്റ് പോൾ പോലും ഈ 122 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് മഹാസഖ്യം എത്തും എന്ന് പ്രവചിക്കുന്നില്ല. 108 അതാണ് ഏറ്റവും ഉയർന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം NDAയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ JDU ഇത്തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്നും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പറയുകയാണല്ലോ. നിലവിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താൻ പറ്റുന്നത് മനു? അഭിലാഷ്, ഇത് NDA ക്യാമ്പിന് വലിയ സന്തോഷം നൽകുന്ന ഒരു എക്സിറ്റ് പോളാണ്. പക്ഷേ ഇത് പുറത്തു വരുന്ന ഘട്ടത്തിൽ തന്നെ BJPയുടെ സാമ്രാജ് ചൗധരി അവിടെ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. അത് എക്സിറ്റ് പോളിൽ നിന്ന് ആക്ച്വൽ പോളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ തങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ടാകും എന്നാണ് സാമ്രാജ് ചൗധരി പറയുന്നത്. 160 സീറ്റുകൾ വരെ അവർ ജയിക്കും എന്നൊരു അവകാശവാദം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സാമ്രാജ് ചൗധരി ഉന്നയിക്കുകയാണ്. മാത്രവുമല്ല, BJPയുടെ വിജയ്കുമാർ സിൻഹ മറ്റൊരു ഉപമുഖ്യമന്ത്രിയും സമാനമായ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. എന്തായാലും BJP ക്യാമ്പിൽ എക്സിറ്റ് പോളുകളും അവരുടെ ആഭ്യന്തര കണക്കെടുപ്പുകളും ഒക്കെ വലിയ ആവേശം ആണ് നൽകുന്നത്. ഈ മഹാഗഡ്ബന്ധനാകട്ടെ ന്യൂസ് 18 എക്സിറ്റ് പോൾ ഫലമനുസരിച്ച് 85 മുതൽ 95 സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുള്ളൂ എന്ന് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതിൽ ഒരു കാര്യം വളരെ കൃത്യമാണ്, കോൺഗ്രസിന് വലിയൊരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമാകുന്നു. വലിയ യാത്ര രാഹുൽ ഗാന്ധി ബീഹാറിലുടനീളം നടത്തിയതിൻ്റെ പ്രതിഫലനമൊന്നും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും കോൺഗ്രസിന് നിലയുറപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു ചിത്രം കൂടി വരികയാണ്. അതേസമയം ഈ രാംവിലാസ് പാസ്വാൻ്റെ മകൻ നേതൃത്വം നൽകുന്ന LJP RV അത് 10 മുതൽ 15 സീറ്റ് വരെ പിടിക്കും എന്നത് NDA സഖ്യത്തിനൊരു വലിയ നേട്ടമായി തന്നെ ഈ എക്സിറ്റ് പോൾ കാണിക്കുന്നു. ഏതായാലും മറ്റൊരു ഇതിലൊരു സുപ്രധാന ഘടകം, ഇടതു പാർട്ടികൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഉള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുക. അതിൽ പ്രത്യേകിച്ച് ML വിഭാഗത്തിന് ഒരു നേട്ടം ഉണ്ടാകും എന്ന ഒരു പ്രതികരണം കാണുന്നുണ്ട്. അത് ഈ ദീപാങ്കർ ഗുപ്തയുടെയൊക്കെ ആ ഒരു ശരീരഭാഷ ഏതാണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിൽ രംഗത്തൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ CPI ML വിഭാഗത്തിന് ബീഹാറിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് കരുതുന്നു. അതേസമയം BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ആ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അപ്പോൾ സീറ്റ് ഒരു ചെറിയ ഒരു കുറവ് BJP കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. RJD നിലമെച്ചപ്പെടുത്തും, കോൺഗ്രസ് സമാനമായി തുടരും, MLന് കൂടുതൽ കരുത്ത് ഉണ്ടാകും എന്ന് പറയുന്നു. വികാസ് ശീൽ ഇൻസാൻ പാർട്ടിക്ക്
മഹാഗഠബന്ധൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ വലിയ തോതിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്ന് അവിടെ കണക്കാക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് ടാലി എന്ന് പറയുന്നത് 15-20 സീറ്റുകളിലേക്ക് ചുരുങ്ങുന്നു എന്നതാണ് ഇതിലൊരു ഘടകം. മറ്റൊന്ന്, ഈ ജൻ സുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടിക്ക് കാര്യമായ ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പുതുമുഖം എന്ന നിലയിൽ മുഖം കാണിക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് കരുതാനാകില്ല. പക്ഷേ ഒരു വോട്ട് കട്ടർ എന്ന നിലയിൽ അവർ ഈ മഹാസഖ്യത്തിൻ്റെ വോട്ടുകൾ കുറെ കൂടെ ഭിന്നിക്കുന്നതിന് വഴി തെളിക്കും എന്നതാണ് ഇതിലാകെ വരുന്നൊരു ചിത്രം. മറ്റ് എല്ലാ എക്സിറ്റ് പോളുകളും ന്യൂസ് 18-ന് പുറമെ പുറത്തു വന്നിട്ടുള്ള പീപ്പിൾസ് പ്ലസിൻ്റെയും JVCയുടെയും മെട്രിക്സിൻ്റെയും ഒക്കെ എക്സിറ്റ് പോളുകളിൽ ഏതാണ്ട് ഈ 135 സീറ്റുകൾക്ക് മുകളിൽ BJPക്ക് 150 സീറ്റുകൾ വരെ അവർ നൽകുമ്പോൾ കോൺഗ്രസിന് 103, 108, ഏറ്റവും കൂടിയത് 110-ന് മുകളിലേക്ക് ഒരു സീറ്റ് പോലും ഇന്ന് പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നില്ല. യെസ്, ഇതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സവിശേഷത. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും NDAക്ക് വളരെ അനുകൂലമാകുന്ന തരംഗമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രവചിക്കുന്നു. അതേസമയം മറുഭാഗത്ത് മഹാസഖ്യത്തിന് ഒരു എക്സിറ്റ് പോളും അധികാരത്തിലേറാൻ പറ്റുമെന്ന് പ്രതീക്ഷ പുലർത്തുന്നില്ല. 100 മുതൽ 108 വരെ സീറ്റുകൾ എന്ന ചാണക്യയുടെ പ്രവചനത്തിലാണ് ഏറ്റവും അധികം സീറ്റുകൾ മഹാസഖ്യം നേടാൻ സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെടുന്ന ഒരു എക്സിറ്റ് പോൾ പ്രവചനം വരുന്നത്. BJP ക്യാമ്പുകൾക്ക് വലിയ ആശ്വാസമാണ്. അതേസമയം മഹാസഖ്യമാകട്ടെ അങ്ങേയറ്റത്തെ ആശങ്കയിലുമാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ട ചൂട് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ മുന്നണിക്കകത്ത് ഇപ്പോഴുമൊക്കെ അഭിപ്രായ ഭിന്നതകളുണ്ട്. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് കേരള വാർത്തകളിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ശബരിമല സ്വർണ്ണത്തട്ടിപ്പിൽ N. വാസു അറസ്റ്റിലായി. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമാണ് N. വാസു എന്നതാണ് എടുത്തു പറയേണ്ടത്. N. വാസുവിനെ ഈ മാസം 24 വരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 2019 മാർച്ചിൽ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കിയത് N. വാസുവിന്റെ അറിവോടെ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിലെ 3ാം പ്രതിയാണ് നേരത്തെ തന്നെ വാസു. മുരാരി ബാബുവും സുധീഷ് കുമാറും വാസുവിനെതിരെ നിർണായകമായ മൊഴി നൽകിയിരുന്നു. പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള N. വാസു അറസ്റ്റിലാകുന്നതോടുകൂടി CPIM അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലേക്ക് ആവുകയാണ്. മാത്രവുമല്ല, അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു. CPIMന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി കൂടിയാണ്. മന്ത്രിമാരുമായി ചേർന്ന് പ്രവർത്തിച്ച ആൾ കൂടിയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇതാ CPIMന്റെ ഒരു നേതാവിലേക്ക് തന്നെ എത്തി എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ആരെയും സംരക്ഷിക്കാറില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എന്നാൽ വാസു അറസ്റ്റിലാകുന്നതോടെ CPIM നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഏറ്റവും നിർണായകമായ നീക്കമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N. വാസുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശബരിമല ശ്രീകോവിലെ കട്ടിള കൊണ്ടുപോയ സംഭവത്തിൽ, കട്ടിളയിൽ നിന്ന് സ്വർണം മാറ്റിയ സംഭവത്തിലാണ് 3ാം പ്രതിയായ വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CPIMനെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു അറസ്റ്റായി ഇത് മാറുമെന്നുറപ്പാണ്. കാരണം CPIM സർക്കാരിന്റെ കാലത്ത് ദേവസ്വം കമ്മീഷണറും അതിനുശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ ആളാണ് വാസു. കൂടുതൽ അടുത്തേക്ക് CPIM നേതാക്കളുടെ കൂടുതൽ അടുത്തേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നതിന്റെ തെളിവായി കൂടി ഇത് കാണണം. ക്യൂവിലുള്ളത് CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറി അംഗവും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന A. പത്മകുമാറാണ്. വാസു കഴിഞ്ഞ അടുത്ത പത്മകുമാറിലേക്കാണോ അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നാണ് ഇനി അറിയേണ്ടത്. നേരത്തെയൊക്കെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് CPIMന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ CPIMന്റെ യഥാർത്ഥ നോമിനികളെ തന്നെ, നേരത്തെ അറസ്റ്റായ ഉദ്യോഗസ്ഥർക്കൊക്കെ കോൺഗ്രസ് പശ്ചാത്തലമെന്നാണ് CPIMന്റെ ആരോപണം. ഏതായാലും ഇപ്പോൾ വാസു പൂർണ്ണമായും CPIMന്റെ മുൻ നേതാവാണ്, പ്രാദേശിക നേതാവായിരുന്നു. പിന്നീട് ദേവസ്വം കമ്മീഷണറും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയത് CPIM ഭരിക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ വാസുവിന്റെ അറസ്റ്റ് CPIMന് പിടിച്ചു നിൽക്കാൻ, പറഞ്ഞു നിൽക്കാൻ അത്ര എളുപ്പമുള്ള ഒന്നല്ല. എങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തോട്ടെ, അയ്യപ്പന്റെ ഒരു തരി പൊന്ന് ആര് കൊണ്ടുപോയാലും അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന നിലപാടാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നും ആവർത്തിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ്, അത് അന്നും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുണ്ടായതാ ആ പത്രസമ്മേളനത്തിൽ. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരാളെയും സംരക്ഷിക്കാനുള്ള ഒരു തരി സ്വർണം അയ്യപ്പൻ്റെത് ഒരാളും കക്കാനോ മാറ്റാനോ പാടില്ല. അത് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിൽ
ആവശ്യമായ അന്വേഷണം നടത്തി ആരാണ് എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിലകൊള്ളുന്നത്. വാസുവിന്റെ അറസ്റ്റ് കൊണ്ട് മാത്രം കാര്യങ്ങൾ അവസാനിക്കില്ല. മന്ത്രി രാജിവെക്കണം, ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി BJP വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട്. മന്ത്രിയാണ് മാറേണ്ടത്. സർക്കാരിന്റെ അറിവോടുകൂടിയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടന്നതെന്ന ആരോപണമാണ് BJP ഉന്നയിക്കുന്നത്. ഇങ്ങനെ ഒരു സ്കാം എന്തെങ്കിലും കൊള്ള ഉണ്ടായാൽ ശകലം ഉളുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം എന്ന് ആരാ പറഞ്ഞത്? അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്? അപ്പൊ എന്തുകൊണ്ട് വാസുവൻ രാജിവെക്കുന്നില്ല? അതൊരു ചോദ്യമല്ലേ? അതിന്റെ ഒരു ഉത്തരം തരണം. സർക്കാരിന്റെ നിലപാട് കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെയും തീരുമാനം. നാളെ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ട്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ നേരത്തെ തീരുമാനിച്ചിരുന്ന മാർച്ചാണ്. ഇപ്പോൾ വാസുവിന്റെ കൂടി അറസ്റ്റോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സർക്കാരിനെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ പ്രചരണ വിഷയമായി ഇത് മാറും. അടുത്തതാരാണ് SITയുടെ അന്വേഷണത്തിന് മുന്നിൽ ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. സർക്കാരും CPM അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാവുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ. ഇതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്നത്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകും. കാരണം ഇതുവരെയും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തലത്തിൽ ഉള്ള അല്ലെങ്കിൽ പാർട്ടിയുമായി അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒരാൾ അറസ്റ്റിലായിട്ടില്ല എന്നത് പ്രതിരോധമായിരുന്നുവെങ്കിൽ ആ പ്രതിരോധ കോട്ട ഇപ്പോൾ പൊളിയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. N. വാസു എന്നത് CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. CPMൽ വലിയ സ്വാധീനമുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPMന്റെ നോമിനിയായി തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തിയ ആൾ കൂടിയാണ്. അങ്ങനെ ഒരാൾ അറസ്റ്റിലാകുന്നതോടുകൂടി സർക്കാരിനെതിരായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ കടുപ്പിക്കുക തന്നെ ചെയ്യും. ഒപ്പം നമ്മൾ ഇനിയിപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോകുമ്പോൾ അവിടെ പലയിടത്തും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുന്നണിക്കകത്ത് തീരുമാനം ആയിട്ടില്ല. തലസ്ഥാനത്ത് നഗരഭരണം നിലനിർത്താനും പിടിച്ചെടുക്കാനും ഒരുങ്ങുന്ന 3 മുന്നണികളിലും പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല. തർക്കങ്ങൾ കാരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. BDJSുമായുള്ള തർക്കം പരിഹരിക്കാത്തതിനാൽ BJPയും 30ലേറെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ വിമത ഭീഷണിയടക്കം UDFലും പ്രശ്നങ്ങൾ ബാക്കിയാണ്. തലസ്ഥാന നഗരസഭയിൽ 3 മുന്നണികളിലും ഉൾപാർട്ടി പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിക്കുന്നുണ്ട്. UDFലാകട്ടെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങിയെങ്കിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിരവധി മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. തർക്കം അവസാനിച്ചിട്ടില്ല. ഇനി ചില സീറ്റുകളിൽ കൂടി UDFിലെ സ്ഥാനാർത്ഥികൾ വരാനുമുണ്ട്. ഇടതുമുന്നണിയിലും 93 സീറ്റുകൾ മാത്രമാണ് ഇന്നലെ പ്രഖ്യാപിച്ചത്. CPMന്റെ അടക്കം ചില വാർഡുകളിൽ വലിയ തർക്കം ഇപ്പോഴുമുണ്ട്. മറ്റ് ഘടകകക്ഷിയുടെ കാര്യത്തിലും അന്തിമ തീരുമാനം ആയിട്ടില്ല. അങ്ങനെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയവും പൂർണ്ണമായി ഇതുവരെ വന്നിട്ടില്ല. വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. തൊട്ട് പിന്നാലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങുകയും ചെയ്യാം. BJPയിലും പ്രശ്നങ്ങളുണ്ട്. 30ലേറെ സീറ്റുകൾ BJP ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ട്. BDJSുമായാണ് പ്രധാനമായ തർക്കം. മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലൊന്ന് BDJS ആണ്. അവരുമായുള്ള തർക്കമാണ് BJPയിലെ സ്ഥാനാർത്ഥി നിർണയം അന്തിമ സ്ഥാനാർത്ഥി നിർണയം വൈകിപ്പിക്കുന്നത്. ഇന്നും നാളെയും കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുമെന്നാണ് BJP നേതൃത്വം അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ചില മണ്ഡലങ്ങളിൽ ചില വാർഡുകളിൽ BJPയിലെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെയും വലിയ എതിർപ്പുണ്ട്. അവിടെയും വിമത ഭീഷണി അടക്കം 3 മുന്നണികൾക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അവിടെ കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 65 സീറ്റുകളിൽ 40 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളത്. നഗരസഭയിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BJPയും ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കും. കൊച്ചി കോർപ്പറേഷനിൽ 40 സ്ഥാനാർത്ഥികളെയാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 76ഓളം സീറ്റുകളിൽ 65 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ 40 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് 25 വാർഡുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനുണ്ട്. ഒരുപക്ഷെ നാളെ തന്നെ അത് പൂർത്തിയാക്കുമെന്ന രീതിയിലാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് അറിയിച്ചത്. മറ്റുള്ള സ്ഥലങ്ങളിൽ 25 വാർഡുകളിലെയും ചർച്ചകൾ പുരോഗമിക്കുന്നതായാണ് വ്യക്തമാക്കുന്നത്. ചിലയിടങ്ങളിൽ ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സൂചന. കാരണം ജനറൽ സീറ്റുകളിലടക്കം വനിതകളെ മത്സരിപ്പിക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അങ്ങനെ മത്സരിക്കുന്നുമുണ്ട്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ്
ദീപ്തി മേരി വർഗീസ് മത്സരിക്കുന്നത് ജനറൽ സീറ്റിലാണ്. അതേപോലെ തന്നെയാണ് മറ്റിടങ്ങളിലും സ്ഥാനാർത്ഥികൾ ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 25 സീറ്റുകളിൽ കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ചിലത് പഴയ കൗൺസിലർമാരുടെ തന്നെ വാർഡുകളുടെ ഒരു ക്രമീകരണം, സംവരണം വന്നപ്പോൾ ഒരു മാറ്റങ്ങൾ വന്നതുകൊണ്ട് ആ രീതിയിലേക്കും മറ്റിടങ്ങളിലേക്ക് മാറുന്നതിനെക്കുറിച്ചടക്കമുള്ള ചർച്ചകൾ പൂർത്തീകരിക്കുകയാണ്. ഏതായാലും വൈകാതെ തന്നെ ഈ മറ്റുള്ള 25 സീറ്റുകളിലേക്ക് അടക്കമുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും UDFിൻ്റെ മറ്റ് സീറ്റ് വിഭജന ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ജില്ലാ പഞ്ചായത്തിലേക്കും മറ്റ് ഇടങ്ങളിലേക്കുമുള്ള നഗരസഭകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരും ദിവസങ്ങളിലേക്ക് നടക്കും. അതോടുകൂടി പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചൂടിലേക്ക്, പ്രചാരണത്തിലേക്ക് എല്ലാം തന്നെ പൂർണ്ണമായി മാറും. ഒപ്പം ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ കൊച്ചി കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തുകളെയും നാളെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ ഒരു പ്രഖ്യാപനം കൂടി കഴിയുന്നതോടെ നഗരസഭകളുടേതുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ, അതായത് പ്രാദേശിക കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയൊക്കെ എല്ലാമാണ് അത്തരം കാര്യങ്ങളുടെ ഒരു നിയന്ത്രണവും പ്രഖ്യാപനവും എല്ലാം തന്നെ നടക്കുന്നത്. ഈ നാളെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നാളെ നടക്കുമെന്ന് പറയുമ്പോൾ പൂർണ്ണമായും തന്നെ ജില്ല ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്കടക്കം നീങ്ങുന്നു എന്നത് തന്നെയാണ്. ഇക്കുറി വാശിയേറിയ ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് ജില്ലയിൽ കളമൊരുങ്ങുന്നത്. BJP സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കുന്ന 2020 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടാകും. ഇതോടെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ കഴിയുന്നതോടെ വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്കടക്കം ജില്ല മാറുകയാണ്. CPI-യും CPM-ഉം തമ്മിൽ ചെറിയൊരു തർക്കം നിലനിൽക്കുന്നത് തൃക്കാക്കര നഗരസഭയിലാണ്. ഇന്ന് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തി. അത് പരിഹരിക്കപ്പെടും എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ വാർഡുകൾ നൽകാനോ വാർഡുകളുടെ ഒരു ക്രമീകരണത്തിനോ CPM അത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതാണ് കൊച്ചിയിലെ സാഹചര്യമെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ LDF സീറ്റ് വിഭജനത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. RJDയുടെ വാർഡുകളെ ചൊല്ലിയാണ് തർക്കം. നടക്കാവ്, മാവൂർ, ആഴ്ചവട്ടം ഡിവിഷനുകൾ RJDക്ക് വിട്ടു നൽകി. അവശേഷിക്കുന്ന 2 CPIM നിർദ്ദേശിക്കുന്ന ഡിവിഷനുകളിൽ മത്സരിക്കണം എന്നാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് RJDയുടെ നിലപാട്. അതേസമയം ചാലപ്പുറം സീറ്റ് CMPക്ക് വിട്ടു നൽകിയതിനെ ചൊല്ലി കോൺഗ്രസിലും ചേരിപ്പോര് രൂക്ഷമാണ്. കോൺഗ്രസിനൊപ്പം പ്രവർത്തിക്കാൻ ഇല്ല എന്നാണ് വിമത നേതാക്കളുടെ തീരുമാനം. RJD മത്സരിക്കുന്ന സീറ്റുകളുമായി ബന്ധപ്പെട്ടാണ് LDFിലെ സീറ്റ് വിഭജന ചർച്ചകൾ കീറാമുട്ടിയായി നിൽക്കുന്നത്. നേരത്തെ 5 സീറ്റുകൾ RJDക്ക് മത്സരിക്കാൻ നൽകുമെന്ന് LDFിൽ ധാരണയായിരുന്നു. ഇതിൽ നടക്കാവ്, മാവൂരോട് ഒപ്പം ആഴ്ചവട്ടം സീറ്റുകൾ നൽകാമെന്ന് അറിയിക്കുകയും അതിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ ഏതാണ്ട് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അവശേഷിക്കുന്ന 2 സീറ്റുകൾ RJD നിർദ്ദേശിക്കുന്ന ഇടത്ത് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്. CPM മുന്നോട്ട് വയ്ക്കുന്ന 4 ഡിവിഷനുകളിൽ നിന്നും 2 ഡിവിഷനുകളിൽ ഏതെങ്കിലും RJD തെരഞ്ഞെടുക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് പാലിക്കാൻ കഴിയില്ല. പാർട്ടിക്ക് സ്വാധീനമുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉള്ള ഇടങ്ങളിൽ സീറ്റ് വേണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇതേ ചൊല്ലി ഇപ്പോഴും വലിയ തർക്കം തുടരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ഇടങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോഴിക്കോട്ടെ LDF സംവിധാനം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറുവശത്ത് 22 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും പ്രചരണ രംഗത്ത് കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത്. പ്രത്യേകിച്ചും ചാലപ്പുറത്തെ CMP സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ചതോടുകൂടി പ്രവർത്തകർ കൂട്ടമായി തന്നെ പാർട്ടി വിടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കോൺഗ്രസ് വിടുകയാണെന്ന് ഇന്നലെ നേതൃത്വത്തിന് പരാതി നൽകിയ അയൂബ് അടക്കമുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാനില്ല, കോൺഗ്രസിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ല എന്നും അവർ വ്യക്തമാക്കുന്നു. 2-3 വോട്ടുകൾ മാത്രം കോർപ്പറേഷൻ പരിധിയിലുള്ള CMPക്ക് 2 സീറ്റുകൾ വിൽക്കുകയാണ് നേതൃത്വം ചെയ്തത്. വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന ഉപാധിയിലാണ് സീറ്റുകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെ നൽകാൻ കഴിയാത്തതെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ഒപ്പം റിബൽ സ്ഥാനാർത്ഥിയുമായി മത്സരരംഗത്തിറങ്ങാനുള്ള ആലോചനകളുമുണ്ട്. ഒരുപക്ഷെ അയൂബ് തന്നെ മത്സരരംഗത്തിറങ്ങാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. സ്വതന്ത്രനായി തുടരണോ അതോ മറ്റ് മുന്നണികളുമായി ചേർന്ന് മത്സരിക്കണമോ എന്ന കാര്യത്തിലൊക്കെ വൈകാതെ തീരുമാനം ഉണ്ടാവും എന്നാണ് അയൂബും പ്രവർത്തകരും പറയുന്നത്. മറുവശത്ത് BJPയുടെ സ്ഥാനാർത്ഥി
പ്രഖ്യാപനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു പറ്റം സീറ്റുകൾ BJP പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷം ബാക്കി സീറ്റുകളിൽ ധാരണയാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ 7 ഇടത്ത് മാത്രമാണ് 2015 തെരഞ്ഞെടുപ്പിൽ BJPക്ക് മേൽക്കൈ 2ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ വർഷം 22 സീറ്റുകളിൽ 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തവണ സീറ്റ് വീതം കാര്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. കൃത്യമായ കണക്കുകൂട്ടൽ നടത്തി ഓരോ സ്ഥലത്തെയും വിജയ സാധ്യതകൾ പൂർണ്ണമായും കണക്കിലെടുത്താണ് ഈ സീറ്റുകളിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുക. കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി ഏറ്റവും ഒടുവിൽ VM ബിനു സിനിമാ പ്രവർത്തകനെ സംവിധായകനെ ഒക്കെ എത്തിക്കുന്നതിനുള്ള നീക്കം നടന്നിരുന്നു. എന്നാൽ അദ്ദേഹം മത്സരരംഗത്ത് ഇറങ്ങാൻ സന്നദ്ധത അറിയിച്ചു എങ്കിൽ പോലും കോൺഗ്രസിൽ ചില അവസാന വട്ട ആശയക്കുഴപ്പങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട്. പ്രത്യേകിച്ചും മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ശോഭിത മത്സരിച്ചിരുന്ന വാർഡിലാണ് വിനു മത്സരിക്കേണ്ടത്. ശോഭിതയ്ക്ക് ഉചിതമായ മറ്റ് വാർഡുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. KC അബു എന്ന മുതിർന്ന നേതാവിന്റെ മകൾ കൂടിയാണ് ശോഭിത. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ധാരണ ആവാത്ത ഒരു സാഹചര്യം. ഒപ്പം കോൺഗ്രസ് വിജയ സാധ്യതയുള്ള മറ്റ് ചില വാർഡുകളിലും സമാനമായ ചില തർക്കങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവശേഷിക്കുന്ന പട്ടിക പ്രഖ്യാപനം നടക്കാതിരിക്കുന്നത്. എന്തായാലും 3 മുന്നണികളിലും കാര്യമായ പ്രശ്നങ്ങൾ ഈ ഘട്ടത്തിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യെസ്, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പലതും ചർച്ചാ വിഷയമാകാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മുടെ ആരോഗ്യരംഗത്തെ വളർച്ചയും മികവുമൊക്കെ പ്രധാനപ്പെട്ട നേട്ടമായി സർക്കാർ ഉയർത്തി കാണിക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആരോഗ്യരംഗത്ത് നിന്ന് വളരെ മോശം വാർത്തകളാണ് പുറത്തു വരുന്നത്. അതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ്. വർക്കലയിൽ കേരള എക്സ്പ്രസിൽ ആക്രമണത്തിനിരയായ ശ്രീകുട്ടിയെയും കുടുംബത്തെയും മന്ത്രി കാണുകയുണ്ടായി. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എമർജൻസി മെഡിസിൻ, ICUകൾ, ന്യൂറോ, കാത്ത് ലാബ്, മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ന്യൂക്ലിയർ മെഡിസിൻ, CT സ്കാൻ വാർഡുകൾ എന്നിവ മന്ത്രി സന്ദർശിച്ചു. ജീവനക്കാരുമായും രോഗികളുമായും അവരുടെ ബന്ധുക്കളുമായും മന്ത്രി സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ചികിത്സ കിട്ടാതെ കൊല്ലം സ്വദേശിയായിട്ടുള്ള രോഗി മരിച്ചു എന്ന ആരോപണം നിലനിൽക്കെ കൂടിയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. ന്യൂസ് 9 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പട്രോളുമായി ടോം ചേരും. നമസ്കാരം.